പ്രവാസി പ്രശ്നങ്ങളിൽ വ്യക്തമായ നിലപാടുണ്ടെന്ന് കരുതുന്ന ഇടതു സർക്കാർ ബജറ്റിൽ തങ്ങൾക്ക് കാര്യമായ പരിഗണന നൽകുമെന്നായിരുന്നു പ്രവാസികളുടെ പൊതുപ്രതീക്ഷ. എന്നാൽ നിരാശ മാത്രമാണ് ബാക്കി. പ്രവാസി ക്ഷേമം മുൻനിർത്തി നോർക്ക വകുപ്പിന് 24 കോടി രൂപ മാത്രമാണ് ഇത്തവണ നീക്കിവെച്ചത്. പോയ വർഷം ഇത് 28 കോടിയായിരുന്നു. ഇതിൽ 5 കോടിയാവട്ടെ സാന്ത്വനം പദ്ധതിക്കാണ്. എന്നാൽ അനുവദിച്ച തുക പോലും വേണ്ടവിധം വിനിയോഗിക്കാനുള്ള താൽപര്യം നോർക്കയുടെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല. എണ്ണവില തകർച്ചയും സ്വദേശിവൽക്കരണവും മൂലം ഗൾഫിൽ നിന്ന് മടങ്ങിവരുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കെ സമഗ്ര പുനരധിവാസ പാക്കേജ് എന്ന ആവശ്യമായിരുന്നു പ്രവാസി സമൂഹം പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഇതിൽ പുനരധിവാസത്തിന് ഇപ്പോൾ നീക്കിവെച്ച 24 കോടി രൂപ ഒട്ടും പര്യാപ്തമല്ല. ബജറ്റ് ചർച്ചയിലൂടെ തുക ഇരട്ടിയായെങ്കിലും ഉയർത്താൻ നടപടി വേണമെന്നാണ് പ്രവാസ ലോകം ആവശ്യപ്പെടുന്നത്. സൗദിയിൽ നിന്നും മറ്റും സ്വദേശിവൽക്കരണം മൂലം മടങ്ങാൻ നിർബന്ധിതരാകുന്ന ആയിരങ്ങളുടെ കാര്യത്തിലും ബജറ്റ് മൗനം പാലിക്കുകയാണ്. റിട്ടേൺ എമിഗ്രൻസ് പ്രകാരം ലഭ്യമായ അപേക്ഷകളിൽ വായ്പ ഉറപ്പാക്കുന്നതിൽ ബാങ്കുകൾ പുലർത്തുന്ന നിഷേധ നിലപാട് തിരുത്താൻ പോകുന്ന നിർദ്ദേശങ്ങളും ബജറ്റിലില്ല. നോർക്ക പദ്ധതികളുടെ വിപുലീകരണം, മെച്ചപ്പെട്ട പെൻഷൻ പദ്ധതി, പ്രവാസി മൂലധനം സമാഹരിച്ചുള്ള സഹകരണ ബാങ്ക്, ഗൾഫുകാരുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്ന ബിസിനസ് സംരംഭങ്ങൾ എന്നീ ആവശ്യങ്ങളുടെ കാര്യത്തിലും ബജറ്റ് നിരാശ മാത്രമാണ് നൽകുന്നത്. MC നാസർ, മീഡിയ 1, ദുബൈ.